ഡേയ് ഡിസ്ക്ലൈമർ മൊത്തം വായിച്ചിട്ട് ബാക്കി വീഡിയോ കാണണേ. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായ ജനങ്ങൾ ആർത്തുല്ലസിച്ച് ആവർത്തിച്ച് കണ്ട KGF ചാപ്റ്റർ 1. ഇനി കഥയിലേക്ക് കിടക്കാം. കാം ബോലോ സാബ്. I'm a dog lover. I have a husky. His name is Rocky. നമ്മുടെ കഥാനായകനായ റോക്കി പാപ്പൻ കൊടൂര വില്ലനായ ഗരുഡനെ കൊല്ലുന്നതാണ് ചാപ്റ്റർ 1. നമ്മുടെ റോക്കി പാപ്പൻ എങ്ങനെ ഗരുഡനെ കൊന്നു? എൽ ഡൊറാഡോ എന്ന കഥാബുക്കിലെ പ്രധാന സംഭവങ്ങളാണ് KGF നമ്മുടെ റോക്കി പാപ്പനും. പണ്ടെങ്ങാണ്ട് ഏതോ ഒരു നാട്ടിൽ ഏതോ ഒരു തള്ളക്ക് ജനിച്ചൊരു തലവെച്ച മോനാണ് നമ്മുടെ റോക്കി പാപ്പൻ. ആ തള്ള മരിക്കുന്നതിന് മുമ്പ് ചെക്കനോട് ഒരു വാക്ക് ആവശ്യപ്പെടുന്നു. എനിക്ക് നീ ഒരു വാക്ക് തരണം. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട. എന്നാ നീ മരിക്കുമ്പോ അതിപ്രബലനായ സമ്പന്നനായ ഒരാളായി മരിക്കണം. ഓരോ കഴപ്പത്തരും. അമ്മയുടെ മരണത്തിന് ശേഷം നമ്മുടെ റോക്കി പാപ്പൻ ഡോണാവൻ നടക്കുന്നു. പോകുമ്പോൾ ഒരു 18 കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. 18-19 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ പവർ കിട്ടില്ല എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പവർ കുറഞ്ഞ വണ്ടികൾക്ക് അല്പം പവർ കുറവായിരിക്കും, പവർ കൂടിയ വണ്ടികൾക്ക് അല്പം പവർ കൂടുതലായിരിക്കും. ഏതോ ഒരു പോലീസുകാരനെ തലക്കടിച്ചൊരു ഷെട്ടിബായിയെ ഇംപ്രസ് ചെയ്യുന്നു നമ്മുടെ റോക്കി പാപ്പൻ. പിന്നെ നമ്മുടെ റോക്കി പാപ്പൻ മൊത്തത്തിലങ്ങ് വലുതാവും. പിന്നീട് റോക്കി പാപ്പൻ ഒരു പണി കിട്ടി, വല്ലാത്തൊരു പണി. ഒരാളെ കൊല്ലണം പോലും, ഒരു ഗരുഡനെ. ഈ ഗരുഡനല്ല, സൂര്യവർദ്ധന്റെ മകൻ ഗരുഡനെ കൊല്ലാൻ ആൻഡ്രൂസ് ഏൽപ്പിക്കുന്നു. ഗരുഡൻ താമസിക്കുന്നത് KGF-ലാണ്. അതുകൊണ്ട് നമ്മുടെ റോക്കി പാപ്പൻ KGF-ൽ കയറുന്നു. അവിടുന്ന് ഒരു ഓൾഡ് കണ്ണുപൊട്ടനെ രക്ഷിച്ച് മാസ് കാണിക്കുന്നു നമ്മുടെ റോക്കി പാപ്പൻ. എന്നിട്ട് ആളുകളുടെ ഇടയിൽ ഹീറോ ആയി നമ്മുടെ റോക്കി പാപ്പൻ. അല്ല, വില്ലൻ. എന്നാ വില്ലൻ. KGF-ന്റെ ഉയർച്ചയ്ക്കായി നമ്മുടെ ഗരുഡൻ ഏതോ ഒരു പൂജയ്ക്കായി പോത്തിനെ അറക്കുന്നതിന് പകരം മനുഷ്യരെ അറക്കാൻ തീരുമാനിച്ചു. ഗരുഡന്റെ 3 ശത്രുക്കളെയായിരുന്നു കൊല്ലാൻ തീരുമാനിച്ചിരുന്നത്. ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സൂര്യവർദ്ധൻ നേരത്തെ തട്ടിപ്പോയി. ചാവാൻ കിടക്കുന്ന അയാളെ തന്റെ ഇളയ മകൻ വിരാട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നുണ്ടായിരുന്നേ. അതെ, വിരാടിന് സ്വന്തം ചേട്ടനെ കൊല്ലണമെന്ന ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെയുണ്ടോ അനിയന്മാര്? അപ്പോ 3 പേരെയായിരുന്നു കൊല്ലാൻ തീരുമാനിച്ചിരുന്നത്. ഈ 3 പേരിൽ ഒരാളെ പാപ്പൻ തട്ടിയിട്ട് അവിടെ പാപ്പൻ എന്നിട്ട് ഗരുഡന്റെ തല വെട്ടിയിട്ട് മാസ് കാണിക്കുകയാണ് നമ്മുടെ റോക്കി പാപ്പൻ. അങ്ങനെ KGF മൊത്തം റോക്കി പാപ്പന്റെ കസ്റ്റഡിയിലായി. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 1. നമുക്ക് ഒരു മാസ് ഡയലോഗ് കേട്ടാലോ? എന്റെ ചോരയുടെ നിറവും ചുവപ്പ് തന്നെ. പിന്നെ ബാക്കിയുള്ളവരെ ചോര പച്ചയല്ലേ? ക്യാ ചാഹിയേ തെരേക്കോ? നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോ കോലുമുട്ടായിന്ന് വല്ലതും പറയേനു. അപ്പാണ് അവന്റെ തുണിയ. നമ്മുടെ റോക്കി പാപ്പൻ വിചാരിച്ച പോലെയല്ല. യു നോ ചാൻസ് ടു ബിലീവ്. ഇപ്പോഴും ഞാൻ നിന്നെ ഓർത്തോണ്ട് ബാത്റൂമിൽ കുളിക്കായിരുന്നു. ഇനി ഒരു ട്വിസ്റ്റ്. സൂര്യവർദ്ധന്റെ സഹോദരനായ അധീരയെ ഗരുഡൻ കൊന്നെന്നാണ് എല്ലാവരും കരുതിയത്. അതെ, അധീര ചത്തിട്ടില്ല. ഇനി റോക്കി പാപ്പനും അധീര മാമനും തമ്മിലുള്ള യുദ്ധാണ് കേട്ടോ പാർട്ട് 2. ഇതുവരെ ഗുഡ് ബൈ. ഓൺലി ഫോർ ഫൺ.